ഇപ്പോൾ ഒരു ഒരു സീരീസ് ഓഫ് ആക്ട്രസസ് പുതിയ തലമുറയിലെ ഫീമെയിൽ ആക്ടേഴ്സ് വരുന്നുണ്ട്. അവരായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാവർക്കും എല്ലാവരുടേതായ സ്പേസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും നിൽക്കുമ്പോൾ തന്നെ എങ്ങനെ അനാർക്കലിയുടെ പ്രസൻസ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും, അങ്ങനെ റീഫ്രേസ് ചെയ്യും? അങ്ങനെയൊന്നും ഞാൻ അതിനെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അല്ല എന്നെ ഞാൻ എവിടെ പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ഞാൻ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നെന്നോ അങ്ങനെയൊന്നും ഈ സമയം വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായില്ല. ഇനി ആലോചിക്കുമോ? ഇനി ഉറപ്പായിട്ട് ഞാൻ ആലോചിക്കും എന്നെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന്. കാര്യം ഞാൻ ഗഗനചാരി ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്കതിൽ എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനമുണ്ട്. ഞാൻ അതേ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ, ഒരു സംതിങ് ഡിഫറെൻറ്റ്, ഒരു എന്താ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ നായിക ഇമേജ് എന്തായാലും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയാണെങ്കിലും ഐ വുഡ് ലവ് ടു ഡു ക്യാരക്ടർ റോൾസ് ഒക്കെ ആണെങ്കിലും. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, എനിക്ക് ഒരു അങ്ങനെ സ്റ്റേറ്റ് ചെയ്യണ്ട ഞാൻ ഇന്ന ഒരു പൊസിഷനിങ് ആയിരിക്കും എന്നോ ഇവരുടെ ഇടയിൽ ഞാൻ ഇതായിരിക്കുന്നോ അങ്ങനെയല്ല. എനിക്കൊരു ഫ്രീ ആയിട്ട് എന്തും സ്വീകരിക്കാൻ റെഡി ആയിട്ടുള്ള ആളായിട്ടായിരിക്കും ഉണ്ടാവുക. അത് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല, എനിക്കിപ്പോൾ അടുത്ത വേഷം എന്തായിരിക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം അതിലെനിക്കൊന്ന് തീരുമാനിച്ച് കുറച്ച് അവിടെ തന്നെ നിൽക്കണം എന്നില്ല. ഐ വോണ്ട് ടു എക്സ്പ്ലോർ. ഓക്കെ. ഒരു ഇൻഫ്ലുവൻസറായ സ്ഥിതിക്ക് അത് അഭിനയത്തിനെ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, അത് അല്ലെങ്കിൽ ചാൻസസ് വരുന്നതിന് എന്തെങ്കിലും രീതിയിൽ സ്വാധീനം ഗുണം ചെയ്തിട്ടുണ്ടോ ദോഷം ചെയ്തിട്ടുണ്ടോ? ഗുണം ചെയ്തിട്ടാണുള്ളത്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ഒരു കവർ സോങ്ങിൻ്റെ റീല് കണ്ടിട്ടാണ് സുലേഖ മനസ്സിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്. അപ്പം അവിടെ നിന്നാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം എപ്പോഴും എനിക്ക് വളരെ ഗുണമായിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ ചാൻസ് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പം പക്ഷെ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അത് ഞാനിപ്പോഴും ആൾക്കാരെന്നെ മറക്കാതെ ഞാനിപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു മേജർ പോർഷൻ ഞാൻ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു പേര് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് തന്നെ ഞാൻ ചോദിക്കാം. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളൊരു സർറിയൽ ലോകത്താണ്, സോഷ്യൽ മീഡിയ സർറിയൽ ലോകത്താണ് നമ്മൾ കൂടുതൽ നേരം ജീവിക്കുന്നത്. ഇപ്പോൾ ഇത് ഇത്രമാത്രം സർറിയലാവേണ്ടൊരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയ കാണുന്ന പലരും ഹാപ്പി ആണെന്ന് നമ്മൾ വെറുതെ ചിന്തിക്കുവാണല്ലോ. അപ്പം ഇത് ബാധിക്കുന്നവരുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ദുഃഖങ്ങൾ പങ്കിടേണ്ട ആവശ്യമില്ല. അത് ഇപ്പം എനിക്കാണെങ്കിലും ചിലപ്പോൾ നമുക്ക് വേറെ ആൾക്കാരുടെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ഇവരെന്തൊരു ഹാപ്പിയാണെന്ന് നമുക്ക് തോന്നും, നമ്മളെ അത് ബാധിക്കും. പക്ഷെ എൻ്റെ അകത്തുള്ള ഒരാളെന്ന നിലയിൽ നമ്മളെപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ പോർട്രേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പോസിറ്റീവ്സാണ്, നമ്മുടെ ഹാപ്പിനെസ്സാണ്. അപ്പോൾ അതിൽ നമ്മുടെ സങ്കടങ്ങളോ വേറെ കാര്യങ്ങളൊന്നും ജനങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതെപ്പോഴും സർറിയലായിപ്പോകും.